ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ അന്ന് നമ്മളൊരു ഹോം ടൂറും കുറച്ച് വിശേഷങ്ങളും കുറച്ച് കുക്കിങ്ങും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അപ്പം ഞാനത് വഴിയെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം നമ്മൾ രാവിലെ മുതൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ നീച്ച പാടിയൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇതാ ചായൻ്റെ വെള്ളം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുമിച്ചൊന്നും ചായ വെക്കാറില്ല കേട്ടോ. ആർക്കാ വേണ്ടത് ആവശ്യമുള്ളവർക്ക് ഓരോ ഗ്ലാസ് വെച്ചിട്ട് എടുക്കാറാണ്. അപ്പോൾ ഞാനിതാ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട്. കാലി ചായയിട്ട് കട്ടൻ ചായ ഇവിടെ എല്ലാവരും കുടിക്കൂട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. ഇപ്പോൾ ഇതൊരു 18 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് താമസം മാറിയ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. അത് വിചാരിച്ചിട്ട് പാല് കാച്ചോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ടാണ് കയറി താമസാക്കിയെന്നേ ഉള്ളൂ. കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. ഇതിൻ്റെ പഴയ ഫോട്ടോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു പഴയ ലുക്കെന്ന്. അപ്പോഴേ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലുക്ക് കേട്ടോ വീടിൻ്റെ. അപ്പോൾ മുഴുവനായിട്ടൊന്നും ഞാൻ ഇടുന്നില്ല, കാരണം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ റൂമിലും കയറുമ്പോൾ അവരൊക്കെ കാണും. അപ്പോൾ അത്രയങ്ങ് മനസ്സിലാവില്ല. അപ്പോൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒരു വീഡിയോ ഞാൻ ഇടാം. ഹോം ടൂർ ആയിട്ട് തന്നെ ഞാൻ ഇടാറ്. ഇപ്പോൾ ഇതിങ്ങനെ പുറത്തെ ലുക്കും ചെറുതായിട്ടൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അകത്തൊന്നും കാണിക്കാത്തത് കേട്ടോ. ഇനി ഒരു ഹോം ടൂർ പോലെ ഒറ്റയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടിടാം കേട്ടോ. വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഴയ വീടിൻ്റെ ഒരു ഫോട്ടോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പഴയ വീടിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. അതാണ് ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ലുക്കിലാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പഴയ വീട്. അപ്പോൾ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇടണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പഴയ വീട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിന് പുതിയ ലുക്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഞാനിത് ഹാളും ഓഫീസ് റൂമൊക്കെ മാത്രമേ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി കിച്ചണും ബെഡ്റൂംസും ഒന്നും മുകളിലും ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ നോക്കണം. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് ചിരവി എടുക്കുകയാണ്. ചട്നി ഉണ്ടാക്കണം. അപ്പാണ് ഉണ്ടാക്കാൻ മാവൊക്കെ തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പവും ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പത്തിനുള്ള അപ്പം ചൂടാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ചായ ഓരോരുത്തർക്ക് വേണ്ടതിനനുസരിച്ചിട്ട്
ചായ കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പാവുമ്പോൾ അത്ര വലിയ പണിയില്ല. നമുക്ക് ചപ്പാത്തിയും പത്തിരിയൊക്കെ ആണെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അപ്പവും ചട്ടിനിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ അപ്പം പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ്. കാരണം എന്താണെന്നോ ലേറ്റായി. ഇപ്പം തന്നെ സമയം 7:30 കഴിഞ്ഞു ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്ത് പോയിട്ട് വീടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ താത്ത മുറ്റത്ത് അടിച്ചു വരാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഇനി ചട്നിയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ച് നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ചാൽ മതി. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചട്നി മാത്രം കൂട്ടി അപ്പം കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് അല്ല, ചിലർക്കൊന്നും എനിക്കറിയാവുന്ന ചിലർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും വലിയ ഉള്ളിയും തക്കാളിയും ക്യാരറ്റും കറിവേപ്പിലയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മാവൊക്കെ ഒഴിച്ചിട്ട് ഇതാണ് നമ്മളിപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് മേലെ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ഒന്നും കൂടി എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ അത് ചെയ്യാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് പുറത്ത് കൊണ്ടുപോലൊക്കെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലായിടത്തേക്കൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ ചെല്ലാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. എല്ലായിടത്തും എത്തുമ്പോൾ നമ്മളൊരു പണിയിലൊക്കെ ആവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമുക്കൊക്കെ ലേറ്റാവും. അതുകൊണ്ട് ചായ കുടിക്കണ്ടോ, അതിലൊക്കെ കുട്ടികളും ഒക്കെ ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഞാനും താത്തയൊക്കെ മാത്രമേ ചായ കുടിക്കാനുള്ളൂ. അപ്പോൾ അപ്പം ചുട്ട് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അപ്പം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ല, വെജിറ്റബിൾസൊക്കെ കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ അങ്ങനെ വെജിറ്റബിൾസും അങ്ങോട്ട് കഴിച്ചോളും. ഇനി ഞാൻ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉച്ചയിലേക്ക് കബ്സ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കബ്സയിലേക്കുള്ളത് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടും മറ്റേ കുറച്ച് ചെറുതാക്കിയിട്ടും ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കബ്സ റെസിപ്പിയൊക്കെ 2-3 തവണ ഞാൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അതിനുള്ള ബീഫ് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് അതൊന്ന് വെക്കാം, അടുപ്പിൽ വെക്കാം. ഇനി ക്ലീനിങ് ആണ്. അപ്പോൾ അടിച്ചു വാരലും തുടക്കലും ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. കുട്ടികളൊക്കെ പുറത്തിരുന്നിട്ട് ഇരുമ്പാമ്പുളി കഴിക്കാണ് കേട്ടോ. നമ്മളെ വീട്ടിലില്ല, തൊട്ട വീട്ടിൽ നിന്ന് അവർക്ക് കൊടുത്തതാണ്. അപ്പോൾ അവരത് ഉപ്പും മുളകൊക്കെ കൂട്ടി. അപ്പം ഞാനൊന്ന് കൂടി നമ്മളിവിടെ ഇതിന് ഓർക്കാപ്പുളി നമുക്ക് അച്ചാറിടാനും മീൻ കറിയിൽ ഇടാനും ഒക്കെ നമുക്കിത് കുറച്ച് വലുതായാൽ, ഇതിപ്പോൾ കുഞ്ഞു ഇതാണ്, അച്ചാറിടാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലില്ല, അവർക്ക് തൊട്ട വീട്ടിൽ നിന്ന് അവിടുത്തെ കുട്ടികൾ കൊടുത്തതാണ്. അപ്പോൾ അവരൊക്കെ അത് ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷം കേട്ടോ. പിന്നെ അന്ന് ഞാനിത് ഷൂട്ട് ചെയ്ത അന്ന് വൈകുന്നേരം തൊട്ടേ ഇവിടെ മഴയാണ്. പിന്നെ ഇതേവരെ തോന്നിട്ടില്ല. 2-3 ദിവസം മുമ്പാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ നല്ല മഴയായിരുന്നു. പിന്നെ മഴ തോർന്നിട്ടേ ഇല്ല. അവിടെ മണ്ണാർക്കാടാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ. മണ്ണാർക്കാട് കുറച്ച് ഉള്ളിലേക്ക് മൈലാമ്പാട് എന്ന് പറയും. നമ്മൾ കുറ്റിച്ചാലൊക്കെ എല്ലാ സ്ഥലത്താണ്, അറിയുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അപ്പോൾ നല്ല മഴയായിരുന്നു, നല്ല വെള്ളമൊക്കെ വന്നിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ മഴ തോർന്നിട്ടേ ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ കിച്ചണിൽ കയറിയിട്ട് ബീഫ് എന്ന് വന്നപ്പോൾ ബീഫൊക്കെ ഊറ്റിയെടുത്തിട്ട് അത് ഫ്രൈ ചെയ്യുന്നുണ്ട്. കബ്സയിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. കാരണം ഇത്ര വലിയ ചെമ്പ് നമുക്ക് ഗ്യാസിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. വലിയ ചെമ്പിലാണ്. കുറച്ച് അധികം ആളുകളൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചെമ്പിലായതുകൊണ്ട് നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടാവില്ല, കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, കുറച്ച് ടൈം അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കുട്ടികളൊക്കെ ടി വി കാണും, അവർക്ക് ലൈസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അതൊക്കെ കഴിക്കണം അവർ.
അപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ മൺചട്ടിയിലാട്ടോ ബീഫ് കറി അധികം വെക്കുക. കുക്കറിലൊക്കെ ചിലപ്പോൾ വെച്ചതിന് ശേഷം മൺചട്ടിയിലിട്ടിട്ട് ഒന്നിട്ട് തിളപ്പിച്ച് വെക്കാറുണ്ട്. ഈ താത്ത പാലട ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാരമലൈസ് ചെയ്ത് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുമല്ലോ. പിന്നെ ചിക്കന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഒക്കെ കുക്ക് ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഉച്ചയായിട്ടോ. ഇനി നമുക്ക് ചോറ് വിളമ്പി വെക്കാം. അപ്പോൾ ഒരു 1:30 ആയിട്ടാണ് അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത്. കാരണം ലേറ്റ് ആയിട്ടല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ തന്നെ 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1:30 ഒക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഇതാ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനൊരു ഈവനിങ് വരെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ കൊണ്ട് ഒന്നിനും പറ്റിയില്ല. മഴ ആകുമ്പോൾ എല്ലാവരും ഉള്ളിൽ വെറുതെ ഇരിക്കല്ലേ പുറത്ത്. അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. നമ്മൾ തൊടിയിലേക്കൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ അതിനൊന്നും പറ്റിയില്ല. ഇതാ മഴ ചാറ്റൽ തുടങ്ങിയതിന് ശേഷം പിന്നെ മഴയെ നിൽക്കാതെ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതുവരെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഈവനിങ് വരെയുള്ള വ്ളോഗൊക്കെ ചെയ്യണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.